കാര്യങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്തു. മുന്നോട്ട് പോകുന്നപ്പോൾ പിന്നെ എനിക്കത് എന്നാന്ന് സംസാരിക്കാൻ അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത്രേ പറയാൻ അനുവദിച്ചിട്ടുള്ളൂ. ഈ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് പൗലോസിനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ഇന്നത്തെ ദൈവമായി പോകാൻ ഒത്തിരി ആൾ ഉപയോഗിച്ചു വരുവാന്നാ പറയുന്നത്. എപ്പോഴും സംസാരമാണെന്നാ പറയുന്നത്. ഞാൻ ബ്രദർ ദിനകരനെ കുറ്റം പറയുകയല്ല. ബ്രദർ ദിനകരന്റെ മാസികയിൽ എപ്പോഴും കാണാൻ തന്നെ മരിച്ചുപോയ മകൾ ഏഞ്ചൽ എന്നും ഏഞ്ചൽ പ്രത്യക്ഷപ്പെടുകയും ഏഞ്ചലിന്റെ കൂടെ അദ്ദേഹം അങ്ങോട്ട് പോവുകയും ഏഞ്ചൽ ഇങ്ങോട്ട് വരികയും എന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നൊക്കെയും അദ്ദേഹത്തിന്റെ മാസികയിൽ കൂടെ വായിച്ചിട്ടുണ്ട്. അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ നടക്കുന്ന കാര്യമാണോ? ഒന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആരാ ബ്രദർ ദിനകരൻ പറഞ്ഞത് നുണയാണെന്നും ചുമ്മാ നുണ പറഞ്ഞതാണ്, ചുമ്മാ അസത്യം പറഞ്ഞതാണെന്ന് ഞാൻ പറയത്തില്ല. അദ്ദേഹം കണ്ടതും അദ്ദേഹം കേട്ടതും ഒക്കെയാ പറഞ്ഞത്. പക്ഷേ ആര് കാണിച്ചു കൊടുത്തു, എന്ത് കേട്ടു, ആര് കേൾപ്പിച്ചു എന്നുള്ളതാണ് വ്യത്യാസം. വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അത് നടക്കത്തില്ല. അതിന്റെ രസകരമായ ഭാഗം നിങ്ങളതിന്റെ പിന്നിത്തരം മനസ്സിലാക്കാനാണ്. ദിനകരന്റെ അടുക്കൽ കർത്താവായ യേശു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ദിനകരൻ അത് അംഗീകരിച്ചില്ല. അപ്പോ കർത്താവ് അടുത്ത് അങ്ങോട്ട് എന്നുവെച്ച് ഏഞ്ചലിനെ വിളിച്ചു. ഏത്? ഈ മരിച്ചുപോയ എടി ഏഞ്ചല്, നിന്റെ പപ്പയോട് ഞാൻ ഈ കാര്യം പറഞ്ഞത് പപ്പ അംഗീകരിക്കുന്നില്ല. പപ്പയ്ക്ക് സംശയമോ വിശ്വസിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മോൾ അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ പപ്പ കേൾക്കും. നീ വേഗം ചെന്ന് ആ കാര്യങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ചു വരാൻ പറ്റും. അപ്പൊ കർത്താവ് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുകയും മോൾ ഇങ്ങോട്ട് വന്ന് അപ്പൊ കർത്താവ് വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്നിട്ട് എന്താ തടസ്സം പറഞ്ഞത്? അതിനെനിക്ക് പ്രാർത്ഥിയില്ല വെച്ചേ, കഴിഞ്ഞില്ല വെച്ചേ. പിന്നെ ഇത് സംസാരിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പച്ചന് കൃപാവരങ്ങൾ തന്നിട്ടില്ലേ, അധികാരമുള്ള വഴി തന്നിട്ടില്ലേ? എന്ത് വഴിയാ വെച്ചേ? കൃപാവരങ്ങളിൽ. അപ്പൊ പിന്നെ എന്തിനാണ് സംശയിച്ചേ? അപ്പൊ സംശയിക്കേണ്ട കാര്യമില്ലേ? ഇല്ല. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ് അംഗീകരിക്കണം. എന്നാ അംഗീകരിക്കാൻ പോണേ, എന്നാ ഞാൻ പോവാ പറ്റ. അതങ്ങ് പോയി. ഇവിടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു, കാര്യമില്ല, പോയി ഞാൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്താ മക്കളെ ഈ പറയുന്നത്? ദിനകരന്റെ കർത്താവായ യേശു വന്ന് തോറ്റ് തുന്നം പാടിയിട്ട് കർത്താവിന്റെ ഐഡിയ നടത്താൻ തന്റെ മരിച്ചുപോയ കുഞ്ഞു പെണ്ണിനെ ആശ്രയിച്ചു. നിങ്ങൾ ഒരുപക്ഷെ എന്താ ടിവിയിൽ കൂടെയൊക്കെ ഈ ചാനലിൽ കൂടെയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കാണും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പണ്ട് മറിയം റൈഡിൽ വന്നൊരു ക്രൂസേഡ് നടത്തിയപ്പോൾ ഒരിക്കൽ ഞാൻ പോയി കണ്ടതാണ്. ഞാൻ അതിനുശേഷം കണ്ടിട്ടില്ല, നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സംതിങ് റോങ്. താനിത് കാണുന്നു എന്നുള്ളത് ശരിയാ, കേൾക്കുന്നു എന്നുള്ളത് ശരിയാ, ഇത് പറയുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ കാര്യം ശരിയാണോ? കർത്താവ് എടുത്താൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കർത്താവിനേക്കാൾ നല്ല മധ്യസ്ഥ ആരാ? ഏഞ്ചലാ. ശരിയല്ലേ? ഏഞ്ചലാ. ഒരു മനുഷ്യൻ ഒന്നുമേലക്കം പോയി ദിനകരനോട് കാര്യം പറഞ്ഞിട്ട് മടുത്തു പോയി. പിന്നെ ഏഞ്ചലിനെ വിളിച്ച് ഏഞ്ചൽ വെച്ച് വന്നാന്ന് പറഞ്ഞാൽ കുറെ പേര് കൊടുക്കാം. ഇത് ആര് മടുത്തുന്നായി പറഞ്ഞത്? കർത്താവ് മടുത്തു പോയി. ദർശനങ്ങൾ കണ്ട് പ്രവചനങ്ങൾ പറഞ്ഞ് എന്താ സ്വപ്നങ്ങൾ കണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് എന്നാ പറഞ്ഞത് ആർക്കും അറിയാമെന്നല്ലാതെ ചുമ്മാ എട്ടും പൊട്ടി തിരിയാതെ രാഷ്ട്രീയക്കാരെ പറഞ്ഞു ജനമൊന്നും കഴിയില്ലെന്ന് ചോദിച്ചു. ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനം ഒരുതരം മരക്കൽ താത്വികത്തിലായതുകൊണ്ട് ഇതെല്ലാം ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ആര്? ദിനകരനല്ല. ആരാ? ദൈവത്തിനെതിരായിട്ട്, ദൈവവചനത്തിനെതിരായിട്ട് ഈ ലോകത്തിൽ ആര് പറഞ്ഞാലും പൗലോസ് എന്നാ പറഞ്ഞേ? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് ഇപ്പുറത്ത് മറ്റൊരുത്തൻ വന്ന് അറിയിച്ചാൽ വാനവരെങ്കിൽ ആ ദൂതൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ ഒരിക്കൽ വന്ന് പറഞ്ഞതിന് ശേഷം ഇനി വന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല, തെറ്റിപ്പോയി, ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന്റെ മാലാഖയാണെങ്കിലും അവൻ ശപിക്കപ്പെട്ടവൻ. കാരണം യേശുവിന് ഒരു സുവിശേഷമേ ഉള്ളൂ, യേശുവിന് ഒരു വചനമേ ഉള്ളൂ. ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നും, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നും, അല്ലാതെ ഉവ്വെന്നും ഇല്ലെന്നും ഉണ്ടോ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. വളരെ വ്യക്തമായിട്ട് പൗലോസിനായിട്ടുള്ള പാട്ട് യാക്കോബായ സമുദായത്തിൽ എന്നും പാടിയിട്ടുള്ളവരല്ലേ, എന്നും പാടിക്കൊണ്ടിരിക്കുന്നവരല്ലേ. എന്താ പറയുന്നത്? പൗലോസിനെ തുടങ്ങട്ടെ അറിയിച്ചതൊഴി ചിങ്ങൊരുവൻ വന്ന് അറിയിച്ചാൽ താനേൽക്കും സഭയിൽ ശാപം, വാനവരെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൽ ശാപം. അപ്പോ സത്യമല്ലാത്തത് പറഞ്ഞാൽ അവൻ ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. സഭയുടെ ശാപമുണ്ട് ഇല്ലേ? ഇത് മാലാഖയായാലും അത് തന്നെയാണ് ശരി. അതുകൊണ്ട് ഇതിന്റെ ആധികാരികതയെ കുറിച്ചുള്ള ബോധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ചരിത്രം ഇത് സംഭവ ചരിത്രമാണ്. ഇത് കർത്താവ്
അരുളി ചെയ്തതാണ്. കർത്താവിനല്ലാതെ മറ്റാർക്കും ഒരു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവനായി വീണ്ടും സ്വർഗത്തിലേക്ക് കയറിയവനായി കർത്താവായ യേശു അല്ലാതെ ഇതുവരെ ആരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. അപ്പൊ എവിടെ വരെ പോയിട്ടുള്ളൂ? പാതാള പർദീസായിലായിരുന്നു, ഇപ്പൊ മൂന്നാം സ്വർഗത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇനി പിതാവിന്റെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് ഒന്നും ആരും കയറിയിട്ടില്ല, ആർക്കും കയറാൻ കഴിയുന്നില്ല. ആരെങ്കിലും സ്വർഗാരോപണം ചെയ്ത് നമുക്ക് മുന്നേ അങ്ങോട്ട് പോയ ശുദ്ധിമാന്മാരോ ശുദ്ധിമതികളോ ഉണ്ടെന്ന് പറഞ്ഞാലും അത് വെറും പൊളിയാ. എന്റെ കർത്താവല്ലാതെ ആരും അങ്ങോട്ട് കടന്നിട്ടില്ല, കടക്കാനായിട്ട് കഴിയുകയില്ല. ഇപ്പോൾ മൂന്നാം സ്വർഗം വരെ പോകാനായിട്ട് ആത്മാക്കൾക്ക് പറ്റിയിട്ടുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വേദഭാഗത്ത് ധനവാന്റെയും ലാസറിന്റെയും ജീവിതം, മരണം, മരണാനന്തര അനുഭവങ്ങൾ, ഇതായിരുന്നു വിഷയം. ഇത് സംഭവ ചരിത്രമാണ്, സത്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16:19 മുതൽ 31 വരെയാണ് അത് എഴുതിയിരിക്കുന്നത്. 16 മുതൽ 31 വരെ എന്ന് പറഞ്ഞപ്പോൾ എത്ര വാക്യങ്ങളില്ല ആ ചരിത്രം എഴുതിയിരിക്കുന്നത് എന്ന വാക്യത്തിന്റെ എണ്ണം എന്ന് പറയാവൂ? നിങ്ങളിപ്പോ എന്നെ കൊണ്ട് 4ാം ക്ലാസ് പഠിക്കാതെ എന്നെ കൊണ്ട് കണക്ക് കൂട്ടിക്കും. 19 ഉൾപ്പെടെ 31 വരെ ആകുമ്പോൾ എത്ര വാക്യങ്ങൾ ഉണ്ടാകും? 13. ശരിയാ. 16 കൂട്ടി അല്ല 19 കൂട്ടി 31 കൂട്ടുമ്പോൾ എഴുതി നോക്കുമ്പോൾ എത്ര കിട്ടുന്ന യോജിച്ചത്? 13. ശരിയല്ലേ? നിങ്ങൾ 11 പറഞ്ഞാണ് 16 പറഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയത്, സോറി. അപ്പോ എത്ര വാക്യങ്ങളുണ്ട്? 13 വാക്യങ്ങൾ. ഞാൻ ഒരു കണക്ക് കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ഈ 13 വാക്യങ്ങളുള്ള ഈ വേദഭാഗത്ത് 2 മനുഷ്യരുടെ ജീവചരിത്രവും 2 മനുഷ്യരുടെ മരണവും 2 മനുഷ്യരുടെ മരണാനന്തര ജീവിതവുമാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? 13 വാക്യത്തിൽ 2 മനുഷ്യരുടെ ജീവിതം, പിന്നെ അവരുടെ മരണം, പിന്നെ അവരുടെ മരണാനന്തര ജീവിതം. ഇതിൽ ഈ ലോക ജീവിതത്തെ കുറിച്ച് പറയുവാൻ, ഈ 2 മനുഷ്യരുടെ ഈ ലോക ജീവിതത്തെ കുറിച്ച് പറയുവാൻ എത്ര വാക്യങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? വാക്യം